ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. Looping statements are mainly classified into 3 types: for loop, while loop, do while loop. ഇങ്ങനെ മൂന്നായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫോർ ലൂപ്പ്. എന്താണ് ഫോർ ലൂപ്പ്? ഫോർ ലൂപ്പിൻ്റെ പ്രത്യേകത ഇതാണ്: റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഫോർ ലൂപ്പിന് ഒരു സിൻറ്റാക്സ് ഉണ്ട്. ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ഫോർ initialization, test expression, body of the loop, then updation statement. ഇവിടെ ഫസ്റ്റ് പറയുന്നത് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് പറയുന്നതിന് മുൻപായിട്ട് നമ്മളിവിടെ പറയുന്നത് ഫോർ ലൂപ്പിന് മെയിനായിട്ട് 4 കമ്പോണൻസ് ഉണ്ട്. ഫോർ ലൂപ്പിന് മെയിനായിട്ട് 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കമ്പോണൻസ്? ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഇനീഷ്യലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വേരിയബിൾ, നമുക്കറിയാം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ആൽഫബറ്റ്സ് ആണ്. ഞാനിവിടെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്ന വാല്യൂ ഐ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെ ഒരു പേരുണ്ട്. ആ വേരിയബിളിന് പറയുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യുന്ന വേരിയബിളിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയാണ് 4 കമ്പോണൻസ് ഉള്ളത്. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്. ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സിൽ ഫോർ ഇനീഷ്യലൈസേഷൻ, test expression, update statement, brace open cheya, body of the loop, brace close cheya. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് ആണ് ഫോർ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ബ്രേസ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് ദ ലൂപ്പ്, ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാണ്. ആ വേരിയബിളിനെ പറയുന്ന നമ്മൾ പേരാണെന്ത്, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടീഷനാണ്, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ലെസ് ദാൻ 10, ഇങ്ങനെയുള്ള കണ്ടീഷനാണ് ഏതിൽ ഉൾപ്പെടുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ ലൂപ്പ്, ലൂപ്പിലുള്ള വാല്യൂവിനെ ചേഞ്ച് ചെയ്യുക. അതായത് നമ്മൾ
പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൈനസ് മൈനസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടോ എന്ത് ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയാം, ഇതിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബോഡി ഓഫ് ദ ലൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഫോർ ലൂപ്പിന് ഒരു എക്സാമ്പിൾ എഴുതാം. ഫോർ ലൂപ്പിന് ഒരു എക്സാമ്പിൾ എഴുതാം. ഫോർ I equal to 1, I less than 10, I plus plus. ബ്രേസ് ഓപ്പൺ ചെയ്യുക. സി ഔട്ടിൽ നമ്മളിവിടെ ഐ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം, ബ്രേക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്ന വേരിയബിളിനെ 1 എന്ന വാല്യൂവിലേക്ക് എന്ത് ചെയ്യാണ്, ഇനീഷ്യലൈസ് 1 എന്ന് പറയുന്ന വാല്യൂവിനെ ഐ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ദെൻ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനാണ് ഐൻ്റെ വാല്യൂ ലെസ് ദാൻ 10 ആണോ എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആണെങ്കിൽ എന്ത്, ഐ പ്ലസ് പ്ലസ്, ഐ എന്ത് ചെയ്യുക, ഐ പ്ലസ് പ്ലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ പ്ലസ് 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ദെൻ ബ്രേസ് ഓപ്പൺ ചെയ്യുക, സി ഔട്ട് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെസ് ദാൻ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പ്. ദെൻ സെക്കൻഡ് വൺ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ്, വൈൽ ലൂപ്പ്, വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലൂപ്പ് വേരിയബിൾ ഇനീഷ്യലൈസ്ഡ്, വൈൽ എക്സ്പ്രഷൻ, ബ്രേസ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ് ലൂപ്പ് വേരിയബിൾ, ബ്രേക്കറ്റ് ക്ലോസ് ചെയ്യുക, ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ്. ആദ്യം എന്ത് കൊടുക്കണം, ലൂപ്പ് കൺട്രോൾ, ലൂപ്പ് വേരിയബിൾ ഇനീഷ്യലൈസ്ഡ്. വേരിയബിൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഞാനിവിടെ കൊടുക്കുകയാണ് ഐ ഈക്വൽ ടു 1 എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനീഷ്യലൈസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ കൊടുക്കുക വൈൽ ഐ ലെസ് ദാൻ 10 എക്സ്പ്രഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ബ്രേസ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് ദ ലൂപ്പിൽ എന്ത് കൊടുക്കുക, സി ഔട്ട് ഐ എന്ന് കൊടുക്കുക. ദെൻ അത് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് കൊടുക്കുക, ഐ പ്ലസ് പ്ലസ് കൊടുക്കുക. ദെൻ ബ്രേക്കറ്റ് ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഏതിന് എക്സാമ്പിള്, വൈൽ ലൂപ്പിന് എക്സാമ്പിള്. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് പറഞ്ഞു, വൈൽ ലൂപ്പ് പറഞ്ഞു. ദെൻ മൂന്നാമത്തെ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത്, ഡു വൈൽ ലൂപ്പ്. മൂന്നാമത്തതാണ് ഏത്, ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡു, ബ്രേസ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എന്ത് കൊടുക്കേണ്ടത്, വൈൽ ലൂപ്പ് കൊടുക്കേണ്ടത്. ദെൻ കണ്ടീഷൻ കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇതാണ് ഡു വൈലിൻ്റെ സിൻടാക്സ്. ഇനി ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ എൻട്രി കൺട്രോൾ ലൂപ്പും രണ്ടാമത്തെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻട്രി കൺട്രോൾ ലൂപ്പിൽ ഫസ്റ്റ്
കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ദെൻ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്താ പറഞ്ഞത്, എൻട്രി കൺട്രോൾ ലൂപ്പിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ചെക്ക് ദ കണ്ടീഷൻ. ഫസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ചെക്ക് ദ കണ്ടീഷൻ, ദെൻ body of the loop executed. Body of the loop executed. ഫസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. ഏതിലാ പറയുന്നത്, എൻട്രി കൺട്രോൾ ലൂപ്പിൽ. എൻട്രി കൺട്രോൾ ലൂപ്പിൽ. ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ആദ്യം എന്ത് ചെയ്യണം, ബോഡി ഓഫ് ദ ലൂപ്പ്, ഫസ്റ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. എപ്പോൾ, ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ചെക്ക് ദ കണ്ടീഷൻ. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എൻട്രി കൺട്രോള്, എക്സിറ്റ് കൺട്രോള്. ഓക്കെ, ഇത്രയാണ് എന്ത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദെൻ ഈ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നതിന് മുൻപ് എന്താണ് നെസ്റ്റഡ് ലൂപ്പ്, നെസ്റ്റഡ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. നെസ്റ്റഡ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് ഇൻസൈഡിലായിട്ട് വേറൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റും കൂടിയും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, നെസ്റ്റഡ് ലൂപ്പ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡിലായിട്ട് അനദർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യാം, അതിന് പറയുന്ന പേരാണ് ഇത് നെസ്റ്റഡ് ലൂപ്പ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ I equal to 1, I less than equal to 2, I plus plus. ഇത് എന്താണ്, ഒരു ഫോർ ലൂപ്പാണ്. അത് ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിന് ഇൻസൈഡിലായിട്ട് വേറൊരു ഫോർ ലൂപ്പും കൂടി ഓപ്പൺ ചെയ്യാം. ഫോർ ജെ, വേറെ വേരിയബിൾ യൂസ് ചെയ്യാം കേട്ടോ. ജെ ഈക്വൽ ടു 2, ജെ ലെസ് ദാൻ ഈക്വൽ ടു 3, ജെ പ്ലസ് പ്ലസ്. ഇങ്ങനെ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് ഇൻസൈഡിലായിട്ട് വേറൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് നെസ്റ്റഡ് ലൂപ്പ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എടുക്കാനുള്ളത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത? ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Then jump statements are mainly classified into first one return statement, second one go to statement, third one break statement and fourth one continue statements. Main ആയിട്ട് jump statements നെ നാലായിട്ടാണ് divide ചെയ്തിട്ടുള്ളത്. First one return statement, second one go to statement, third one break statement and fourth one continue statements. Return statement എന്തിനു വേണ്ടിയിട്ടാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദി കോളിംഗ് പ്രോഗ്രാം ഓർ ഔട്ട്കം ടു ദി ഫങ്ഷൻ. പ്രോഗ്രാം കൺട്രോള് ഫങ്ഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ടു എനിവേർ ഇൻ ദി ഫങ്ഷൻ.
ഫങ്ഷനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കൺട്രോൾ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ടു എനിവർ ഇൻ ദ ഫംഗ്ഷൻ. ഫംഗ്ഷനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രോഗ്രാം കൺട്രോൾ യൂസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ തേർഡ് വൺ, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് സാധാരണയായിട്ട് നമ്മൾ എവിടെ എടുക്കാറ്, സ്വിച്ചിലാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദി സ്വിച്ച്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഫോർത്ത് വൺ, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്കിപ്പ് ചെയ്യാൻ. സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദി കോഡ്. പ്രോഗ്രാമിൻ്റെ ഒരു കോഡിൻ്റെ പാർട്ടിന്ന് മാത്രം സ്കിപ്പ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, എന്താണ്, ട്രാൻസ്ഫർ ദി പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദാറ്റ് ഈസ് കോൾഡ് ജമ്പ് statements. Then jump statements are mainly classified into return statement, go to statement, break statement and continue statement. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, നന്നായിട്ട് പഠിക്കുക. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ടു ട്രാൻസ്ഫർ കൺട്രോൾ ബാക്ക് ടു ദി കോളിംഗ് പ്രോഗ്രാം. Go to transfer the program control to anywhere in the function. Break statement, transfer the program control outside the switch. Then continue statement, skipping over a part of the code. Clear ആണല്ലോ. Then ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എന്താണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ എഴുതിയിട്ടുള്ളത്, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് അറിയണമല്ലോ. ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്, ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഈക്വൽ ടു 10, i പ്ലസ് പ്ലസ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ലൂപ്പ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഏതുവരെ പ്രിൻ്റ് ചെയ്യണം, ലെസ് ദാൻ ഈക്വൽ ടു 10. 10 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് വരെ എന്ത് ചെയ്യണം, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷേ അതിനിടയിൽ നമ്മൾ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണേ, ഇഫ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അല്ലേ. അതായത് നെസ്റ്റഡ് ലൂപ്പ് അല്ലേ, നെസ്റ്റഡ് സ്ട്രക്ചർ, അതാണ് ഇവിടെ യൂസ് ചെയ്തത്. ഒരു ഫോർ ലൂപ്പിന് ഇൻസൈഡിലായിട്ട് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇഫിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്, i ഈക്വൽ ടു 6. i ഈക്വൽ ടു 6. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ദാൻ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 വരെ പ്രിൻ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് കണ്ടീഷൻ തന്നെന്ത്, 6 വരെ പ്രിൻ്റ് ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും സി ഔട്ട് 6 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രോഗ്രാമിൽ നിന്നും പ്രോഗ്രാം ഔട്ടായി പോകും. പക്ഷേ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തുതന്നെയായിരിക്കും, 1 മുതൽ 10 വരെ തന്നെ അതെന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് പോകും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി എൻട്രി കൺട്രോൾ ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, ഇനി ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.